കണ്ണൂർ കൂത്തുപറമ്പിൽ ഭിന്നശേഷിക്കാരിയെ കസേരയിൽ കെട്ടിയിട്ട സംഭവത്തിൽ ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 4 പേർക്ക് സസ്പെൻഷൻ. കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. കുട്ടിയെ കെട്ടിയിട്ടത് അമ്മ നേരിൽ കാണുകയായിരുന്നു. ഇതിന് പിന്നാലെ പരാതി നൽകുകയായിരുന്നു. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് സംഭവിച്ചത്? മിഥുൻ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇക്കഴിഞ്ഞ 4-ാം തീയതി രാവിലെ PTA മീറ്റിംഗിൽ പങ്കെടുക്കാൻ കുട്ടിയുടെ അമ്മ സ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു ക്രൂരത നേരിട്ട് കാണുന്നൊരു സാഹചര്യം ഉണ്ടായത്. 75% ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടിയെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം കസേരയിൽ കെട്ടിയിട്ടെന്നായിരുന്നു പരാതി. മാത്രമല്ല, കുട്ടിയുടെ വസ്ത്രങ്ങൾ മൂത്രത്തിൽ നനഞ്ഞിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അമ്മയെ കണ്ട മകൾ കരഞ്ഞതോടെയാണ് അധ്യാപിക ഈ കെട്ടഴിച്ചു വിട്ടത്. തുടർന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ പഞ്ചായത്ത് അധികൃതർക്ക് പരാതിയുമായി മുന്നോട്ട് വരികയായിരുന്നു. അവർ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് മാങ്ങാട്ടുപുഴ അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും 4 പേർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബഡ്സ് സ്കൂളിന്റെ പ്രിൻസിപ്പളായ PV രേഖ, അധ്യാപികമാരായ K പ്രമീള, O മൃദുല, സ്കൂളിലെ ആയയായ KP ആനന്ദവല്ലി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മാങ്ങാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ഈ ബഡ്സ് സ്കൂളിന്റെ അധികൃതർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അനിൽ നമ്പ്യാർ. കണ്ണൂർ കൂത്തുപറമ്പിൽ ഭിന്നശേഷിക്കാരിയെ കസേരയിൽ കെട്ടിയിട്ട സംഭവത്തിൽ ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 4 പേർക്ക് സസ്പെൻഷൻ. കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. കുട്ടിയെ കെട്ടിയിട്ടത് അമ്മ നേരിൽ കാണുകയായിരുന്നു. ഇതിന് പിന്നാലെ പരാതി നൽകിയായിരുന്നു. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.